ഹായ്, ഹലോ, നമസ്കാരം. അനുദിനം നമ്മുടെ സമൂഹത്തിൽ പേവിഷബാധ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിച്ച് നിർത്താം? ഓപ്പൺ മൈ കേരള നിങ്ങളിലേക്ക്. ധൈര്യത്തോടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പട്ടിയെ എതിരെ വരുന്ന കാണുമ്പോൾ നമ്മൾ ആരായാലും ഒന്ന് പതറിട്ട് പതിയെ നീങ്ങി നടക്കാൻ ശ്രമിക്കും. വേണ്ടുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് സർക്കാരും ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. പറ്റാതിരിക്കാൻ പറ്റത്തില്ല. ഓടിപ്പോകുന്ന കുഞ്ഞുങ്ങളും വല്യമ്മമാരും ഓടിപ്പോകുന്ന വഴിക്ക് അവരെ കടിച്ച് കഴുത്തിനും മുഖത്തും കടിച്ചു പറിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പല റിപ്പോർട്ടുകളും ഈ പേവിഷബാധ വന്നു കഴിഞ്ഞാൽ മരണം മാത്രമേ ഉള്ളൂ. അതിന് ഫലപ്രദമായ മുമ്പ് നമുക്ക് വാക്സിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിന് ഫലപ്രദമായൊരു ചികിത്സ ഇല്ല, വാക്സിൻ ഇല്ല എന്ന് പറയുന്നത്. മിക്കവാറും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. വാക്സിൻ ഇല്ല എന്നാണ് പറയുന്നത്. കാണിപ്പം നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോഗിന് വേണ്ടി ഷെൽട്ടറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അത് ആദ്യമായിട്ട് പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം തുടർച്ചയായി ഒഴുകുന്ന വെള്ളത്തിൽ ആ മുറിവ് കഴുകുക. 15 മിനിറ്റിൽ കുറയാത്ത സമയം അത് അതിൻ്റെ അടുക്കള പോകുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ ടൈം കീപ്പ് ചെയ്ത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം. പിന്നെ കൃത്യമായിട്ട് പ്രതിരോധ മരുന്ന് കുത്തിവെപ്പെടുക്കുക. റോഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ തെരുവ് പട്ടികളുടെയൊക്കെ ശല്യം കൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ വെളിയിലോട്ട് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് കാണണമെന്ന് എല്ലാ ആൾക്കാരോടും പറയുന്നതാണ്. സർക്കാർ ഇതിനകത്ത് എന്തോ നടപടി എടുക്കുന്നതെന്ന് അറിയത്തില്ല. രാവിലെയൊക്കെ ആയിരിക്കും ട്യൂഷൻ ക്ലാസ്, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണ്. അപ്പം രാവിലെ ആയിരിക്കും കൂടുതലും ഇങ്ങനെ കൂട്ടത്തോടൊക്കെ വരുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും അതൊക്കെ കൂടുതലും ഫേസ് ചെയ്യുന്നുണ്ട്.